അപ്പോ വെള്ളാപ്പള്ളി നടേശന്റെ മോഹമോ RSSന്റെ അജണ്ടയോ ഈ കേരളത്തിൽ നടപ്പാകാൻ പോകുന്നില്ല. അപ്പൊ ശ്രീനാരായണ ധർമ്മ പരിപാലനം എന്ന പേര് കക്ഷത്ത് തിറുക്കി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ശ്രീനാരായണ ധർമ്മത്തെ ആക്ഷേപിക്കാൻ തയ്യാറാകണം. യഥാർത്ഥത്തിൽ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലുള്ള അവതരണ രീതി വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും കാണും. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാക്കിനുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നത്. പിണറായി വിജയൻ സഖാവെ, നിങ്ങൾ കണ്ണൂർക്കാര് 8 അട്ടിവെച്ചെന്ന് പറഞ്ഞ ആളുകളെ ആക്ഷേപിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലും ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതായത് അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവനാണ് പിണറായി സഖാവ് എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാനൊക്കുമോ? വെള്ളാപ്പള്ളി നടേശന്റെ മോഹവും RSSന്റെ അജണ്ടയും ഇവിടെ നടപ്പാക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും എന്നാൽ പിന്നെ ആ വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് സഖാക്കളെയും മന്ത്രിമാരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് അദ്ദേഹത്തെ തൊഴുതു വണങ്ങാനും ഉദ്ഘാടനം നടത്തി ആശീർവദിച്ചു കൊടുക്കാനും പിന്നീട് സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടുപോയി ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ശേഷം ഇവിടെ നിന്ന് ഡൽഹി പോയി അമിത്ഷായുടെ ആസനം താങ്ങി വിദേശത്ത് പോയി. അതായത് RSSന്റെ അജണ്ട നടപ്പാക്കി കൊടുക്കാമെന്ന് അമിത്ഷായ്ക്ക് വാക്ക് കൊടുത്ത് അച്ചാരം വാങ്ങി വിദേശത്ത് പോയി വിദേശവാസവും കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇനി ഗോമൂത്രം കോരിക്കുടിച്ച് ചാണകവും വാരി തിന്ന് ഗോവിൻ്റെ പശുവിൻ്റെ വാലിൽ പിടിച്ച് ജയ് ശ്രീറാം എന്ന് ഇയാൾ എന്നാണോ ഈ ജനങ്ങളെ വിളിപ്പിക്കുന്നത്? ഈ സഖാക്കളെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കുന്നത് എന്നാണാവോ? അത് കാണാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളെ കേരളീയര്.